നമസ്കാരം. ട്രെൻഡിംഗ് നൗവിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. കണ്ണൂർ കണ്ണാടിപ്പറമ്പ് ശ്രീ മുത്തപ്പൻ ക്ഷേത്ര മഹോത്സവത്തിൽ RSS ഗണഗീതം. പാട്ട് നിർത്തിച്ച് CPM പ്രവർത്തകർ. വർഗീയ പ്രവർത്തനങ്ങളെ ചെറുത്ത് നിർത്തുമെന്ന് DYFI. ക്ഷേത്രോത്സവത്തിൽ ഗണഗീതം പാടിയത് തൃശൂർ പാട്ട് ഫാമിലി അവതരിപ്പിച്ച ഗാനമേളയ്ക്കിടെ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക നീക്കവുമായി ED. മുഴുവൻ പ്രതികളുടെയും വീടുകളിൽ റെയ്ഡ്. 21 പരിശോധന തുടരുന്നു. N. വാസുവിന്റെയും A. പത്മകുമാറിന്റെയും വീടുകളിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ പരിശോധന. കേരളം, തമിഴ്നാട്, കർണാടക അടക്കമുള്ള 3 സംസ്ഥാനങ്ങളിലായി പരിശോധന തുടങ്ങിയത് രാവിലെ. സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്ത് പരിശോധന തുടർന്നു. നയപ്രഖ്യാപനത്തിൽ നിയമസഭയിൽ അസാധാരണ രംഗങ്ങൾ. നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര വിമർശനം ഗവർണർ വായിച്ചില്ല. കേന്ദ്ര വിമർശനം വായിച്ച് മുഖ്യമന്ത്രി. സർക്കാർ അംഗീകരിച്ച പ്രസംഗം മുഴുവൻ വായിക്കണമെന്ന് ഗവർണറെ വിമർശിച്ച് സ്പീക്കറും. ലൈംഗിക അതിക്രമ ആരോപണത്തെ തുടർന്ന് ദീപക് ജീവനൊടുക്കിയ കേസിൽ പ്രതിയായ യുവതിക്കായി തിരച്ചിൽ. യുവതി ഒളിവിലെന്ന സൂചന. ദൃശ്യങ്ങൾ പകർത്താൻ ഉപയോഗിച്ച മൊബൈൽ ഫോൺ കണ്ടെത്താനും ശ്രമം. ബാഡ്മിന്റൺ കോർട്ടിൽ വിസ്മയങ്ങൾ തീർത്ത സൈന നെഹ്വാൾ വിരമിച്ചു. കാൽമുട്ടിനേറ്റ പരിക്കും ശാരീരിക ബുദ്ധിമുട്ടുകളും വിരമിക്കലിന് കാരണം. കോർട്ട് വിടുന്നത് ബാഡ്മിന്റണിൽ ലോക 1-ാം നമ്പർ പദവിയിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിതാ താരം. കണ്ണൂർ കണ്ണാടിപ്പറമ്പ് ശ്രീ മുത്തപ്പൻ ക്ഷേത്ര മഹോത്സവത്തിൽ RSS ഗണഗീതം ആലപിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി DYFI. RSSന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വർഗീയ പ്രവർത്തനങ്ങളെ എന്ത് വില കൊടുത്തും ചെറുത്ത് നിർത്തുമെന്ന് പ്രഖ്യാപിച്ചാണ് DYFI കണ്ണാടിപ്പറമ്പ് ഈസ്റ്റ് മേഖലാ കമ്മിറ്റി പ്രസ്താവന പുറപ്പെടുവിച്ചത്. കണ്ണാടിപ്പറമ്പ് ശ്രീ മുത്തപ്പൻ ക്ഷേത്ര മഹോത്സവത്തിൽ തൃശൂർ പാട്ട് ഫാമിലി അവതരിപ്പിച്ച ഗാനമേളയ്ക്കിടെയാണ് കഴിഞ്ഞ ദിവസം RSSന്റെ ഗണഗീതം പാടിയത്. വിവരങ്ങളുമായി സജീവൻ വടക്കുംപാട് ചേരുന്നുണ്ട്. സജീവൻ, ഇപ്പോൾ കണ്ണൂരിലാണ് ഒരു ക്ഷേത്ര മഹോത്സവത്തിൽ RSS ഗണഗീതം ആലപിച്ചതുമായുള്ള സംഭവം നടക്കുന്നത്. ആ ഒരു പ്രതിഷേധം വലിയ രീതിയിൽ തന്നെ കയ്യാങ്കളിയിലേക്കൊക്കെ പോയി എന്ന് മനസ്സിലാക്കുന്നു. ഇത് ഇന്നലെയാണ് സംഭവം നടന്നത്. കണ്ണൂർ കണ്ണാടിപ്പറമ്പ് മുത്തപ്പൻ ക്ഷേത്ര മഹോത്സവത്തിനിടെയാണ് സംഭവം. തൃശ്ശൂരിൽ നിന്നുള്ള പാട്ട് ഫാമിലി എന്ന ഗായക സംഘമാണ് ഗണഗീതം പാടിയത്. ഗണഗീതം പാടിയപ്പോൾ തന്നെ DYFI CPM പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തുണ്ടായിരുന്നു. അങ്ങനെ പാട്ട് ഒരു പകുതി ആയതിനു ശേഷമാണ് CPM പ്രവർത്തകർ സ്റ്റേജിലേക്ക് ഇരച്ചു കയറി പ്രതിഷേധിച്ചത്. പിന്നാലെ പ്രവർത്തകർ സ്റ്റേജിൽ കയറി തുടർന്ന് പാട്ട് നിർത്താതെ പാട്ട് പൂർത്തിയാക്കാതെ തന്നെ ഒരു പാട്ട് അവസാനിപ്പിച്ചു. അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് RSS അജണ്ട നടപ്പാക്കുന്ന ഭാഗമാണ് RSS ഇത്തരം ജനഗീതങ്ങൾ ഉൾപ്പെടെ വേദികൾ ക്ഷേത്രവേദികളിൽ പാടുന്നത് എന്നാണ് CPM സെക്ഷനുകളും DYFI പ്രവർത്തകർ പറയുന്നത്. കാരണം നാട്ടുകാരിൽ നിന്ന് പണം പിരിച്ചാണ് ഇത്തരം പരിപാടികൾ ക്ഷേത്രങ്ങൾ സംഘടിപ്പിക്കുന്നത്. ആ വേദിയിലാണ് ഇത്തരത്തിൽ RSS ഉൾപ്പെടെയുള്ള BJP സംഘടന ഉൾപ്പെടെയുള്ള അവരുടെ ജനഗീതം പാടുന്നത്. ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഇതിനെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അവിടെയുള്ള DYFI കണ്ണാടിപ്പറമ്പ് ഈസ്റ്റ് മേഖലാ കമ്മിറ്റി. RSS അജണ്ടകൾ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കാനുള്ള നീക്കത്തിനെതിരെ എന്ത് വില കൊടുത്തും പ്രതിഷേധിക്കുമെന്നാണ് DYFI പ്രഖ്യാപിച്ചിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ നേരത്തെയും ഇത്തരത്തിൽ ഈ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കലശ ഘോഷയാത്രയിൽ ഈ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുടെ മുദ്രകളും അതുപോലെ തന്നെ വിപ്ലവ ഗാനങ്ങൾ ഉൾപ്പെടെ പാടുകയും അതും ഇത്തരത്തിൽ സംഘർഷങ്ങൾക്കും മറ്റ്
പ്രശ്നങ്ങൾക്കും ഇട നൽകിയിരുന്നു. ഇത് തന്നെയാണ് ഇന്നലെയും ഇത്തരത്തിൽ ഒരു ഗണഗീതം പാടിയപ്പോൾ സ്റ്റേജിലേക്ക് CPM പ്രവർത്തകർ ഇരച്ചു കയറുകയും ഗാനം നിർത്താൻ ആവശ്യപ്പെടുകയും ചെയ്തത്. തൽക്കാലം ഒരു ചെറിയൊരു കയ്യാങ്കളി നടന്നു, പ്രശ്നങ്ങൾ താൽക്കാലികമായി അത് അവസാനിക്കുകയും ചെയ്തു. എന്നാലും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളാണ് പിന്നീട് കണ്ണൂർ ജില്ലയിൽ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കും മറ്റും ഇതുവരെ വേദിയായിട്ടുള്ളത്. അതിനാൽ തന്നെ ഇന്നലത്തെ ഈ പരിപാടി നിർത്തിയതിനെതിരെ BJPയും അതുപോലെ സംഘപരിവാർ സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട്. DYFIയും CPMഉം ഇതിനെതിരെ പ്രതിരോധിക്കുമെന്നും ഇനിയും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രമ്യ, ഇതിപ്പോൾ വേറെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്കൊക്കെ DYFI അല്ലാതെ പോലീസ് നടപടികളിലേക്കൊക്കെ കടന്നിട്ടുണ്ടോ? ഇതുവരെ അത്തരത്തിലൊരു നടപടിയോ പോലീസോ അതുപോലെ തന്നെ ക്ഷേത്ര കമ്മിറ്റിയോ പരാതികളോ ഒന്നും ഇതുവരെയൊന്നും വന്നിട്ടില്ല. CPMന്റെയും DYFIന്റെയും പ്രതിഷേധമോ അവരുടെ പ്രതിഷേധക്കുറിപ്പ് വരിക അല്ലാതെ മറ്റു രീതിയിലൊന്നും ഇതുവരെ കടന്നിട്ടില്ല. BJP RSS പ്രവർത്തകർ പറയുന്നത് ഇത്തരത്തിൽ ഇതിനെ ഒരു ഗണഗീതം എന്നല്ല, അവരോട് ഒരു ഭക്തിഗാനം എന്ന നിലയിലാണ് ഇത് പാടിയതെന്നും ഇത് ഇത്തരത്തിൽ പല വേദികളിലും പല ക്ഷേത്രവേദികളിലും ഞങ്ങൾ പാടിയിട്ടുണ്ട് എന്ന രീതിയിലാണ് RSSഉം BJPയും ഇതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നത്. രമ്യ, ശരി, സജീവൻ വടക്കുംപാടാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ കണ്ണാടിപ്പറമ്പ് ശ്രീ മുത്തപ്പൻ ക്ഷേത്ര മഹോത്സവത്തിനിടെയാണ് RSS ഗണഗീതം ഇന്നലെ രാത്രി ഗാനമേളയ്ക്കിടെയായിരുന്നു ഈ ഒരു ഗണഗീതം പാടിയത്. ക്ഷേത്ര മഹോത്സവത്തിൽ ഈ ഒരു ഗണഗീതം പാടിപ്പിച്ച RSSന്റെയും ഉത്സവ കമ്മിറ്റിയുടെയും ഇടപെടലുകളിൽ DYFI പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം DYFIയിൽ നിന്നും അഭിജിത്ത് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. നമസ്കാരം അഭിജിത്ത്. നമസ്കാരം. ഇതിപ്പോൾ ഗണഗീതം RSS ഗണഗീതം അമ്പലപ്പറമ്പിൽ പാടി എന്നുള്ള ഒരു കാര്യത്തിലാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടത്തുന്നത്. ഇനി ഏത് രീതിയിലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അതായത് നിലവിൽ നാട്ടുകാരെടുക്കുന്ന അടക്കം പൈസ പിരിച്ചിട്ടാണ് ഈ അമ്പല കമ്മിറ്റി ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. അതായത് കാലാകാലങ്ങളായിട്ട് ഈ ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു പതിവില്ല. സാധാരണയായി നമ്മൾ മുത്തപ്പൻ ദൈവത്തിന്റെ പിന്നെ വെള്ളാട്ടവും മറ്റും നടക്കുന്ന ക്ഷേത്രത്തിൽ RSS സംഘടിച്ച് ഇത്തവണ ഒരു സംഘാടന സമിതി ഉണ്ടാക്കിയിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വന്ന ഗാനമേള ട്രൂപ്പിനോട് ഇവിടുത്തെ RSS അതിന്റെ ഈ ഗണഗീതം പാടണമെന്ന ആവശ്യപ്രകാരമാണ് അവർ അവിടെ പാടിയിട്ടുള്ളത്. അതായത് നാടിനകത്ത് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരെല്ലാം, അതായത് വ്യത്യസ്ത മതത്തിൽപ്പെട്ടവരെല്ലാം തന്നെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതാണ്. അപ്പോൾ കണ്ണാടിപ്പറമ്പിനെ സംബന്ധിച്ച് അതായത് സാംസ്കാരിക മേഖലയിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വന്ന് നിൽക്കുന്നതാണ് ആസ്വാദകരായിട്ട്. അപ്പൊ അവർക്കിടയിലാണ് ഇതുപോലുള്ള ഒരു മതസ്പർദ്ധ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് RSSന്റെ ഭാഗത്തുനിന്ന് ഒരു പിന്നെ കണ്ടറിഞ്ഞുള്ള പ്രവൃത്തി ഉണ്ടായിട്ടുള്ളത്. അതിനെതിരെയാണ് ഇപ്പോൾ നിലവിൽ DYFI എന്ന രീതിക്ക് ഒരു പ്രതിഷേധമായി ഇന്ന് വൈകുന്നേരം അതിലൊരു പ്രതിഷേധ പ്രകടനം അടക്കം നടത്തണമെന്നാണ് ഇപ്പോൾ DYFI ആലോചിച്ചിട്ടുള്ളത്. ഇത് RSSന്റെ ഒരു അജണ്ടയായി തന്നെ കണക്കാക്കുന്നു. തീർച്ചയായിട്ടും RSS ഇപ്പൊ സമീപകാലത്തായി അമ്പലങ്ങളിൽ അല്ലെങ്കിൽ കാവുകൾ കേന്ദ്രീകരിച്ച് അവരെ സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. അതായത് വിശ്വാസത്തിനെ കയ്യിലെടുത്തുകൊണ്ട് അവരെ മതത്തെ നമ്മുടെ നാടിനകത്ത് തുറന്നു പറഞ്ഞ് ഈ അമ്പലങ്ങളെ കേന്ദ്രീകരിച്ചിട്ടാണ് അവരിപ്പോ സംഘടനാ പ്രവർത്തനം നടത്തുന്നത്. മറ്റു രാഷ്ട്രീയമായിട്ടുള്ള മുന്നേറ്റങ്ങളൊന്നും ജനങ്ങളെ ബോധിപ്പിച്ച് മുന്നോട്ട് പോകാൻ അവർക്ക് ആവാത്തൊരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ആ സാഹചര്യത്തിൽ വിശ്വാസത്തെ കയ്യിലെടുത്ത് ആ വിശ്വാസത്തിന്റെ പേരിൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ഇവരുടെ ഗണഗീതം പോലുള്ള പരിപാടി അല്ല ഇത്തരം വേദികളിൽ പ്രദർശിപ്പിക്കുക എന്നത് അവരുടെ അജണ്ടയാണ്. ആ അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെയാണ് അവർ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. ഇതിപ്പോൾ പ്രതിഷേധത്തിലേക്കൊക്കെ നീങ്ങാനുള്ള ഒരു നടപടി തന്നെയാണ് മുൻകൂട്ടി എടുക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ പ്രതിഷേധത്തിലൂടെയൊക്കെ എന്ത് കാര്യമാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്? അതായത് നമ്മുടെ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ നാടിനകത്ത് ഒരു കലാപരിപാടി എന്ന് പറയുന്നത് നമ്മുടെ നാടിനെ സാംസ്കാരിക മണ്ഡലങ്ങളെ ഉയർത്താൻ അതുപോലെ തന്നെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാനും ഒക്കെയാണ് നമ്മൾ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അതിനൊന്നും DYFI എന്ന രീതിക്ക് യാതൊരു എതിരുമില്ല. പക്ഷെ ഇത്തരം വേദികളിൽ മതാടിസ്ഥാനത്തിലുള്ള പിന്നെ ഇത്തരം പ്രത്യേക രാഷ്ട്രീയ സംഘത്തിന്റെ പാട്ടുകൾ അല്ലെങ്കിൽ ഗീതങ്ങൾ ഉന്നയിക്കുന്നത് കൃത്യമായിട്ട് അവരെ വർഗീയത പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. അതാണ് ഇപ്പൊ നിലവിൽ DYFI എന്ന രീതിയിൽ പറഞ്ഞു വെക്കാനുള്ളത്. അത് ഒരു തരത്തിലും DYFI എന്ന രീതിക്ക് അംഗീകരിച്ചു പോകാൻ കഴിയില്ല. ഇതിൽ ബഹുജനങ്ങളെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധ പരിപാടി DYFI സംഘടിപ്പിക്കും. ശരി, വളരെയധികം നന്ദി അഭിജിത്ത് ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ അമ്പലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് RSS അജണ്ട നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ ഒരു RSS ഗണഗീതം
പാടിയത് അല്ലെങ്കിൽ പാടിപ്പിച്ചത് എന്നുള്ള ഒരു ആരോപണമൊക്കെയാണ് ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നും വരുന്നത്. ഈ ഒരു ഡിവൈഎഫ്ഐ ഈ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതും. RSS അജണ്ടകൾ നടപ്പാക്കാൻ ശ്രമിക്കുന്ന വർഗീയവാദികളുടെ ഇത്തരം ശ്രമങ്ങളെ തിരിച്ചറിയാൻ ജനം തയ്യാറാകണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നതും. ഇത്തരത്തിലുള്ള അമ്പലം അല്ലെങ്കിൽ ക്ഷേത്ര പരിപാടികളിലൊക്കെ ഇത്തരത്തിലുള്ള ഗണഗീതങ്ങളൊക്കെ പാടി അത് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ അത് മുൻകൂട്ടി പറയിപ്പിച്ച് ചെയ്തതാണ് എന്നുള്ള കാര്യത്തിലുള്ള ആരോപണങ്ങളൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ BJPയിൽ നിന്നും ശ്രീഷ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീഷ്. ഇപ്പോഴിതാ കണ്ണൂരാണ് ഈ ഒരു മുത്തപ്പൻ ക്ഷേത്ര മഹോത്സവത്തിൽ RSS ഗണഗീതം ആലപിച്ച സംഭവം വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്കൊക്കെ നീങ്ങുകയാണ്. ഡിവൈഎഫ്ഐ ഇപ്പോൾ കണ്ണൂർ കണ്ണാടിപ്പറമ്പ് ശ്രീ മുത്തപ്പൻ ക്ഷേത്ര മഹോത്സവത്തിലാണ് RSS ഗണഗീതം ആലപിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ മുന്നോട്ട് വരുന്നത്. RSSന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വർഗീയ പ്രവർത്തനങ്ങളെ എന്ത് വില കൊടുത്തും ചെറുത്തു നിർത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ ഈ ഒരു കണ്ണാടിപ്പറമ്പ് ഈസ്റ്റ് മേഖലാ കമ്മിറ്റി പ്രസ്താവനയൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട്. കണ്ണാടിപ്പറമ്പ് ശ്രീ മുത്തപ്പൻ ക്ഷേത്ര മഹോത്സവത്തിൽ തൃശ്ശൂർ പാട്ട് ഫാമിലി അവതരിപ്പിച്ച ഗാനമേളയ്ക്കിടെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഈ ഒരു RSSന്റെ ഗണഗീതം പാടിയത്. അത് മനഃപൂർവ്വം BJP അല്ലെങ്കിൽ RSSകാർ പാടിപ്പിച്ചതാണ് എന്നുള്ള ഒരു കാര്യമാണ്. ജനങ്ങളിലേക്ക് ഈ ഒരു മതസ്പർദ്ധ അതൊക്കെ അടിച്ചേൽപ്പിക്കാൻ അല്ലെങ്കിൽ വർഗീയവാദികളുടെ ഇത്തരം ശ്രമങ്ങളെയൊക്കെ തിരിച്ചറിയാൻ ജനം തയ്യാറാകണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിക്കൊണ്ട് ഡിവൈഎഫ്ഐ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഡിവൈഎഫ്ഐ കണ്ണാടിപ്പറമ്പ് ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയാണ് ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ ഒരു പരിപാടിയിൽ തന്നെ പാട്ട് അല്ലെങ്കിൽ ഗണഗീതം പാടിക്കൊണ്ടിരിക്കെ തന്നെ ഡിവൈഎഫ്ഐ അത് നിർത്തിക്കാനുള്ള നടപടികളിലേക്കൊക്കെ കടക്കുകയൊക്കെ ആയിരുന്നു. ആ ഒരു പാട്ട് അത് ഫുള്ളാക്കാതെ തന്നെ ഇറങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ നിർത്തേണ്ട സാഹചര്യത്തിലേക്കൊക്കെ അത് കയ്യാങ്കളിയിലേക്കൊക്കെ നീങ്ങുന്ന സാഹചര്യമൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ ക്ഷേത്ര മഹോത്സവങ്ങളിലൊക്കെ ഇത്തരം RSSന്റെ ഗണഗീതം പാടിപ്പിച്ചുകൊണ്ട് അത് ജനങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള വർഗീയവാദികളുടെ ഇത്തരത്തിലുള്ള ശ്രമങ്ങളൊക്കെ ഈ ഒരു ആളുകളിലേക്ക് ഈ ഒരു മതസ്പർദ്ധ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു നീക്കമൊക്കെയാണ് RSSന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ള ആരോപണങ്ങളൊക്കെയാണ് ഉയർന്നു വരുന്നത്. അതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് പ്രതിഷേധങ്ങളൊക്കെ വരുന്നത്. വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇന്ന് വൈകിട്ടൊക്കെ പ്രതിഷേധങ്ങൾ തുടരാൻ തന്നെയാണ് ഡിവൈഎഫ്ഐ തീരുമാനിച്ചിരിക്കുന്നത്. ജനങ്ങൾക്കിടയിലേക്ക് ഈ ഒരു RSSന്റെ അജണ്ടകൾ അത് അടിച്ചേൽപ്പിക്കാൻ അത് RSS അജണ്ട മാത്രമാണ് ഇത്തരത്തിലുള്ള ഉത്സവ പരിപാടികളിലൊക്കെ ഗണഗീതം പാടിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കറിയാം. ഇതിനു മുന്നും ക്രിസ്മസ് പരിപാടിയിലടക്കം ഗണഗീതം ആലപിക്കണം എന്നുള്ള കാര്യമൊക്കെ BMS ഒക്കെ മുന്നോട്ട് വെച്ചിരുന്ന കാര്യമാണ്. ആ ഒരു പരിപാടി അത് അപ്പോഴും ഈ സർക്കാരൊക്കെ ഏറ്റെടുത്തത് മുളയിലെ നുള്ളുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിലുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. നമുക്കറിയാം അമ്പലങ്ങളാണ്, ക്ഷേത്രങ്ങളാണ് ഇത്തരത്തിലുള്ള ഗാനങ്ങൾ അല്ലെങ്കിൽ ഗീതങ്ങളൊക്കെ തന്നെയാണ് പല ഉത്സവ കമ്മിറ്റിക്കാരും അല്ലെങ്കിൽ ഉത്സവ പറമ്പുകളിലൊക്കെ നമ്മൾ കേൾക്കാറുള്ളത്. ഇപ്പോൾ നമ്മോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ BJPയിൽ നിന്ന് രത്നാകരൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീ രത്നാകരൻ. ഇപ്പോൾ സാങ്കേതിക പ്രശ്നങ്ങളാണ് എന്ന് കരുതുന്നു. ഇപ്പോൾ കണ്ണാടിപ്പറമ്പ് ശ്രീ മുത്തപ്പൻ ക്ഷേത്ര മഹോത്സവത്തിനിടെയാണ് RSS ഗണഗീതം ആലപിച്ചു എന്നുള്ള സംഭവത്തിൽ പ്രതിഷേധങ്ങളൊക്കെ ഉയരുന്നത്. RSSന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വർഗീയ പ്രവർത്തനങ്ങളെ എന്ത് വില കൊടുത്തും ചെറുത്ത് നിർത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങളിലേക്കൊക്കെ കടക്കുന്നത്. ഇന്നലെ തന്നെ സ്റ്റേജിൽ നിന്ന് ഈ ഒരു ഗാനം അല്ലെങ്കിൽ ഗണഗീതം പാടുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഡിവൈഎഫ്ഐ സ്റ്റേജിൽ കയറിയ ആ ഒരു ഗാനം അത് നിർത്തിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അത് വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ കടന്നിരിക്കുകയാണ്. കയ്യാങ്കളിയിലേക്കൊക്കെ നീങ്ങുന്ന സാഹചര്യമൊക്കെ ഇന്നലെ കണ്ടിരുന്നതാണ്. ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്കാണ് നീങ്ങുന്നത്. ഇന്നും വൈകിട്ട് ഈ ഒരു പ്രതിഷേധം അറിയിക്കാൻ തന്നെയാണ് ഡിവൈഎഫ്ഐ ഒരുങ്ങുന്നത് എന്നുള്ളതാണ്. ഈ അമ്പലങ്ങൾ അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് RSSന്റെ അജണ്ട രത്നാകരൻ കേൾക്കാമോ? കേൾക്കാം. ഇപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസമാണ് മുത്തപ്പൻ ക്ഷേത്ര മഹോത്സവത്തിൽ RSS ഗണഗീതം ആലപിച്ച സംഭവത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ. ഇനിയും പ്രതിഷേധിക്കാനുള്ള ഒരു
നടപടി അത് തന്നെയാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ അവർ ആരോപിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ക്ഷേത്ര പറമ്പുകളിലൊക്കെ ഇത്തരത്തിലുള്ള ഉത്സവങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് RSSന്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗണഗീതം പാടിക്കുന്നത് അത് RSS അജണ്ടയാണ് എന്നുള്ള ഒരു ആരോപണമാണ് വരുന്നത്. ഈ കമ്മിറ്റിയിൽ ഇന്നലെ പാട്ട് പാടി എന്നുള്ളത് സത്യമാണ്. പാട്ട് കഴിഞ്ഞു, പിന്നെ കഴിയാൻ കുറച്ച് വരികൾ മാത്രം ബാക്കിയുള്ളവരാണ് ഇവര് കയറിയിട്ട്. ഒരാളെ കയറിയിട്ടൊരു ആവശ്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, ഈ പാട്ട് നിർത്തണം, RSSന്റെ പാട്ടാണ് എന്നുള്ളത്. മറ്റു ജനങ്ങൾക്കാർക്കും അങ്ങനെ ഒരു പ്രതിഷേധമോ കാര്യമോ ഉണ്ടായില്ല. അവിടെ പതിനായിരക്കണക്കിന് ജനങ്ങൾ കൂടിയ ഒരു പ്രോഗ്രാമായിരുന്നു. 5 ദിവസമായിട്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയിലെ ഇന്നലെയാണ് അവർക്ക് നമ്മുടെ ജനങ്ങളുടെ പങ്കാളിത്തം കണ്ട് എന്താണെന്ന് അറിയില്ല, അവരാകെ വ്യഗ്രത കൊണ്ട് അങ്ങനെ വന്ന് മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കിയതാണെന്നാണ് നമ്മുടെ സംശയം. അതുകൂടാതെ പിന്നീട് നമ്മുടെ പ്രവർത്തകരാരും ഇതിൽ പങ്കെടുക്കുക അങ്ങനെ ഒരു ഇത് ചെയ്തിട്ടില്ല. ഇപ്പോഴും ശാന്തമായിട്ട് പോകുന്നതാണ്. പക്ഷെ DYFI മനഃപൂർവ്വം ഒരു കുഴപ്പം ഉണ്ടാക്കണം എന്ന് കരുതിയിട്ടായിരിക്കാം വീണ്ടും പ്രക്ഷോഭങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും നീങ്ങുന്നത്. പിന്നെ ക്ഷേത്ര പരിപാടിയാണ് എന്നുള്ളത് കൊണ്ട് RSSന്റെ പരിപാടി പാടിക്കൂടാ എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിലൊക്കെ ഈ പൊതുജനങ്ങളെ കളക്ഷനും കാര്യങ്ങളും എടുത്തിട്ട് തന്നെയാണ് ബലികൂടീരങ്ങൾ എന്ന നാടകഗാനങ്ങളെല്ലാം പാടിയിരുന്നത്. അതും രാഷ്ട്രീയ പാട്ട് തന്നെയാണ്. ബലികുടീരങ്ങളെ എന്ന് പറയുന്ന നാടകഗാനം രാഷ്ട്രീയ പാട്ടല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു ചിന്ത ഏതായാലും ആർക്കും ഉണ്ടാവില്ലല്ലോ. അവർക്ക് ശിവരാത്രിയുടെ ബലികുടീരങ്ങൾ മിക്കവാറും അമ്പല പരിപാടികളിലൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും എതിർത്തിരുന്നോ? ഇല്ലല്ലോ. ഇതിപ്പോൾ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് RSS നടത്തുന്നത് എന്നുള്ള ഒരു ആരോപണമാണ് അവർ ആരോപിക്കുന്നത്. അവരാരോപിച്ചോട്ടെ, അവർക്ക് ആരോപിക്കല. കാരണം പാട്ട് ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടും, അല്ലാത്തവർ തള്ളിക്കളയും. അങ്ങനെയാണല്ലോ ഏത് പ്രോഗ്രാം. ഇപ്പൊ നമ്മൾ എഴുതുന്ന എഴുത്തുകാരെല്ലാം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എഴുത്തുകാരാണ് എഴുതുന്നത്, അല്ലല്ലോ. എഴുതുന്ന നാടകക്കാരൊക്കെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥയാണ് എഴുതുന്നത്, അല്ലല്ലോ. ജനങ്ങളുടെ പണം വാങ്ങിയിട്ട് എത്ര ദിക്കില് പിന്നെ സഖാക്കന്മാരെ വർണ്ണിക്കുന്ന എത്ര കഥകൾ നാടകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഗോപിൽ ബാസി സാറിന്റെ എല്ലാം നാടകങ്ങൾ വെറും പിന്നെ പാർട്ടി ഓഫീസിൽ മാത്രമായിരുന്നു കളിച്ചിരുന്നത്, അല്ലല്ലോ. എല്ലാവിടെയും പ്രോഗ്രാമുകൾ വെക്കുന്നില്ലേ? ജനങ്ങളുടെ കളക്ഷൻ എടുത്തിട്ടല്ലേ എല്ലാ പരിപാടിയും ചെയ്യുന്നത്. ഇതിപ്പോൾ നമുക്കറിയാം, ഇതിന് മുമ്പും ഇപ്പോൾ കഴിഞ്ഞ തവണ എടുത്തു പറയുകയാണെങ്കിൽ ക്രിസ്മസ് പരിപാടി, ഈ ഒരു ക്രിസ്മസ് പരിപാടിയിൽ BMSന്റെ ഒരു ഇതുണ്ടായിരുന്നു, ഗണഗീതം ആലപിക്കണം എന്നുള്ള കാര്യം. അതുമായി ബന്ധപ്പെട്ട് ഇതുപോലെ സർക്കാർ ഇടപെട്ട് ആ ഒരു പരിപാടി തന്നെ ക്യാൻസൽ ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. സർക്കാർ അതിന് വേണ്ടുന്ന നീക്കങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളത്. കാരണം എല്ലാവിടെയും നിങ്ങൾ ഈ മതേതരത്വം കാണണം. മതേതരത്വം എന്ന് പറഞ്ഞാൽ മതത്തെ തരം പോലെ ചെയ്യാന്നുള്ളതല്ല. മതത്തെ തരം പോലെ തിരിച്ചു വിടുക എന്നുള്ളതല്ല മതേതരത്വം എന്ന് പറയുന്നത്. തുല്യത കൊണ്ടുവരിക എന്നുള്ളതാണ് മതേതരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണെന്നാണ് എന്റെ വിശ്വാസം. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന മതേതരത്വം അല്ലെങ്കിൽ ഇതൊന്നും അല്ലല്ലോ ഇവിടുത്തെ കാര്യങ്ങൾ. അമ്പലപ്പറമ്പുകളിൽ മതേതരത്വം കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? അമ്പലം ഒരു സമുദായത്തിന്റെ ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന്റെ ആയിരിക്കുമല്ലോ. എന്ത് ചെയ്യണമെന്ന് DYFI പോലെയുള്ള സംഘടനയാണോ തീരുമാനിക്കേണ്ടത്? അവിടെ ക്ഷേത്ര സംഘാടകരുണ്ടാവുമല്ലോ, സ്വാഭാവികം. സംഘാടക സമിതിയല്ലേ അവിടെ എന്ത് വേണം തീരുമാനിക്കുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ രത്നാകരൻ ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ കണ്ണൂരാണ് കണ്ണാടിപ്പറമ്പ് ശ്രീ മുത്തപ്പൻ ക്ഷേത്ര മഹോത്സവത്തിൽ RSS ഗണഗീതം ആലപിച്ച ഒരു സംഭവത്തിൽ പ്രതിഷേധവുമായി DYFI രംഗത്തെത്തിയിരിക്കുന്നത്. RSSന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വർഗീയ പ്രവർത്തനങ്ങളെ എന്ത് വില കൊടുത്തും ചെറുത്തു നിർത്തുമെന്നാണ് DYFI പ്രഖ്യാപിച്ചിട്ടുള്ളത്. കണ്ണാടിപ്പറമ്പ് ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയാണ് ഈ ഒരു പ്രസ്താവനയൊക്കെ പുറപ്പെടുവിച്ചതും. കണ്ണാടിപ്പറമ്പ് ശ്രീ മുത്തപ്പൻ ക്ഷേത്ര മഹോത്സവത്തിൽ തൃശൂർ പാട്ട് ഫാമിലി അവതരിപ്പിച്ച ഗാനമേളയ്ക്കിടെയായിരുന്നു കഴിഞ്ഞ ദിവസം RSSന്റെ ഗണഗീതം പാടുന്ന സാഹചര്യമുണ്ടായത്. അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ RSS അജണ്ട നടപ്പിലാക്കുന്നതിൻ്റെ ഒരു ഭാഗമായാണ് RSS ഗണഗീതം പാടിപ്പിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്
RSS അജണ്ടകൾ നടപ്പാക്കാൻ ശ്രമിക്കുന്ന വർഗീയവാദികളുടെ ഇത്തരം ശ്രമങ്ങളെ അത് തിരിച്ചറിയാൻ ജനം തയ്യാറാകണമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു DYFI പ്രതിഷേധത്തിൽ അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. ഇപ്പോൾ നമ്മോടൊപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ AG ജോർജ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീ AG ജോർജ്. ഇപ്പോൾ ഈ ഒരു ഗണഗീതം പാടിയ പേരിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്കൊക്കെയാണ് DYFI നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഉത്സവപ്പറമ്പിൽ ഗണഗീതം ആലപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കയ്യാങ്കളിയിലേക്കൊക്കെ എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഇതിന് മുമ്പും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ക്രിസ്മസ് പരിപാടിയിൽ ഗണഗീതം ആലപിക്കണം എന്നുള്ള ഒരു ഡിമാൻഡൊക്കെ BMS വെച്ചിരുന്നത് നമ്മൾ കണ്ടിരുന്നു. ആ പരിപാടി മുളയിലെ നുള്ളിക്കളയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇതിപ്പോൾ ഇങ്ങനെ തുടങ്ങിയാൽ ഏത് രീതിയിലായിരിക്കും ഇത് മുന്നോട്ട് പോകുക എന്നുള്ളൊരു ആശങ്കയുണ്ട്. കേരളത്തിലെ തലമുറകളായി നിലനിൽക്കുന്ന മതസൗഹാർദ്ദം നഷ്ടപ്പെടുത്തുന്നതിനായി ബോധപൂർവം ചില സാമുദായിക വർഗീയ സംഘടനകൾ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. ചില സാമുദായിക നേതാക്കന്മാർ, മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ തങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്തിന്റെ വലിപ്പം, ഉത്തരവാദിത്വം മനസ്സിലാക്കാതെ വർഗീയ വിഷം ചീറ്റുന്ന സംഭവങ്ങളും ഇപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായി കണ്ടും കേട്ടുമിരിക്കുകയാണ്. ഇത് കേരളത്തിൽ ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കാൻ സാധ്യമല്ല എന്ന് കേരളത്തിലെ പൊതുസമൂഹം പലതരത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പോൾ RSSന്റേതായിട്ടുള്ള ഈ ഗണഗീതം ഒരു ക്ഷേത്ര പരിസരത്ത് പാടിയതിന്റെ പേരിൽ DYFIക്കാർ അതിനെ എതിർക്കാൻ ചെന്നത് യഥാർത്ഥത്തിൽ ഇത് ഒരു വർഗീയ സംഘടനത്തിലേക്ക് നയിക്കാൻ സഹായിക്കുന്ന ഒരു സംഭവമായി തന്നെ ഉരുത്തിരിഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ക്ഷേത്രങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആരാധനാലയങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ വിശ്വാസികൾക്കും അവകാശപ്പെട്ടതാണ്. ഒരുപക്ഷെ മതങ്ങൾ പോലും, മതവിശ്വാസം പോലും പറന്ന് പലപ്പോഴും കേരളത്തിലെ ആളുകൾ എല്ലാ മതങ്ങളിലും പെട്ട ആരാധനാ സ്ഥലങ്ങൾ സന്ദർശിക്കുന്ന പതിവ് പോലുമുണ്ട്. ഉദാഹരണമായി ഭീമാപള്ളി, വേളാങ്കണ്ണി, മലർകാട്, ശബരിമല തുടങ്ങിയതായിട്ടുള്ള ക്ഷേത്രങ്ങളിലും ആരാധനാലയങ്ങളിലുമൊക്കെ നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ പോകുന്നുണ്ട് എന്നതൊരു പരമമായ യാഥാർത്ഥ്യമാണ്. അപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു പ്രത്യേക വർഗീയ സംഘടനയുടെ RSSനെ പോലെയുള്ള അല്ലെങ്കിൽ BMSനെ പോലെയുള്ള വർഗീയ സ്വഭാവമുള്ള സംഘടനകളുടെ പ്രത്യേക പ്രാർത്ഥനാ ഗാനങ്ങൾ ഉരുവിടുന്നത് ഒരിക്കലും ന്യായീകരിക്കത്തക്കതല്ല. അത് അതിന്റെ സംഘാടകരും അത് നടത്തുന്ന ആളുകളും ഉത്തരവാദിത്വത്തോടുകൂടി അത് ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ അതിന്റെ ഒരു പ്രതിവിധി എന്ന് പറയുന്നത് കയ്യാങ്കളിയല്ല. DYFIക്കാർക്ക് ഒരു പ്രത്യേകമായ ഒരു ശൈലിയുണ്ട്. അവരെല്ലായിടത്തും കയ്യാങ്കളി പ്രയോഗത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കയ്യാങ്കളിയിലൂടെ അല്ല ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത്. കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയുള്ളൂ. നിയമപരമായിട്ട് തന്നെ ഇതിനെ നേരിടാനായി സാധിക്കുമോ എന്നുള്ള സാധ്യതകൾ ആരായണം. മാത്രവുമല്ല, ഇതിന്റെ സംഘാടക സമിതിക്ക് ഇത്തരം കാര്യങ്ങളിൽ ഉത്തരവാദിത്വമുണ്ട്. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക വർഗീയ സംഘടനകളുടെ പാട്ടുകളോ ചിത്രങ്ങളോ ഒന്നും അവിടെ പ്രദർശിപ്പിക്കുന്നത് സ്വാഭാവികമായി നീതിക്ക് ശരിയുമല്ല. ഒരു കാലത്തൊക്കെ നമ്മൾ കേട്ടതാണ് ചില ആലയങ്ങളുടെ പരിസരത്തൊക്കെ വിപ്ലവഗാനങ്ങൾ വരെ പാടിയ ചരിത്രമുണ്ട് കേരളത്തിൽ ഈ അടുത്ത കാലത്ത്. അതൊക്കെ DYFIക്കാർ ബോധപൂർവം അവിടെ വിപ്ലവഗാനം പാടിയപ്പോൾ അവരാരും ഇങ്ങനെ പ്രതിഷേധിച്ചില്ല. അതൊക്കെ നടന്ന ഒരു കേരളത്തിലാണ്. അപ്പൊ ഒരു ഭാഗത്ത് DYFIക്കാർ വിപ്ലവഗാനം ക്ഷേത്ര പരിസരത്ത് പാടാൻ ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് RSSനെ പോലെ BMSനെ പോലെയുള്ള വർഗീയ സ്വഭാവമുള്ള സംഘടനകൾ അവരുടേതായിട്ടുള്ള ഗാനങ്ങൾ പാടാനായി ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പരിതാപകരമായിട്ടുള്ള അവസ്ഥ. ഇതിനെതിരെ പൊതുസമൂഹം പ്രതികരിച്ചെങ്കിൽ മാത്രമേ മതിയാവുകയുള്ളൂ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ 2 ദിവസമായി കേരളം ആകെ ചർച്ച ചെയ്യുന്നുകൊണ്ട് മന്ത്രിമാരും സാമുദായിക നേതാക്കളും തമ്മിൽ അവർ പോലും ഉൾപ്പെട്ട ഈ വിഷം ചീറ്റുന്ന വർഗീയ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത സമയത്താണല്ലോ ഒരു മന്ത്രി ഇവിടെ ഒരു വർഗീയ വിദ്വേഷം പരത്തുന്നതായിട്ടുള്ള പ്രസ്താവന നടത്തിയതിന്റെ പേരിൽ ഇപ്പോൾ മാധ്യമങ്ങൾ നന്നായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് 2 ദിവസം മുമ്പാണ് ഇവിടുത്തെ ഒരു സാമുദായിക നേതാവ് പ്രമാണി വർഗീയ വിദ്വേഷം ചെലുത്തുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം അവസാനിപ്പിച്ചെങ്കിൽ മാത്രമേ മതിയാവുകയുള്ളൂ. വർഗീയ വിദ്വേഷം പരത്തുന്ന പ്രസ്താവനകൾ നടത്തുന്നത് ആരായാലും അവരെ നിരുത്സാഹപ്പെടുത്തണം. ഒരുപക്ഷെ ആവശ്യമെങ്കിൽ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. ബോധവും വിവേകവും പക്വതയുമുള്ള രാഷ്ട്രീയ സാമുദായിക നേതാക്കന്മാർ ഈ തരം തരംതാണ വർഗീയ വിദ്വേഷ പ്രചരണത്തിന് ഇറങ്ങുന്നത് അവസാനിപ്പിക്കണം.
അത് തീർച്ചയായിട്ടും അതിനെതിരായി പൊതുസമൂഹത്തിന്റെ ശബ്ദമുണ്ടാകണം. ഇവിടെ എന്ത് വന്നാലും പ്രതികരിക്കുന്ന ഒരു കൂട്ടം സാഹിത്യ നായകന്മാരുണ്ടായിരുന്നു. ഒപ്പിടാനായി മാത്രം നടക്കുന്ന ഈ സാഹിത്യ നായകന്മാരെ ഒന്നും ഇപ്പൊ കാണാനില്ല. മഷിയിട്ട് നോക്കിയാൽ പോലും അവരൊക്കെയാണ് ഇവിടുത്തെ സാംസ്കാരികമായ പാരമ്പര്യത്തെക്കുറിച്ചും മത സൗഹാർദ്ദത്തെക്കുറിച്ചും പൊതുസമൂഹത്തെയും സംഘടനകളെയും പഠിപ്പിക്കേണ്ടത്. അതുകൊണ്ട് രമ്യ, ഈ കാര്യത്തിൽ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ചെയ്യുന്ന സേവനം വളരെ വലുതാണ്. നിങ്ങൾ ഇതിനെതിരായി ശബ്ദം ഉയർത്തണം. ഒരു മതത്തെയും നമ്മൾ നിഷേധിക്കുന്നില്ല, പക്ഷേ മതേതര സ്വഭാവം നമ്മൾ നിലനിർത്തണം. ആരാധനാ സ്വാതന്ത്ര്യം നിലനിർത്തണം. ആരാധനാലയങ്ങളുടെ ഈ പറയുന്ന കോമ്പൗണ്ടുകൾ ഇതുപോലെ വർഗീയ വിദ്വേഷം പരത്തുന്ന ഒരു പരിപാടികൾക്കും കൊടുക്കാതിരിക്കാൻ ഇതിന്റെ സംഘാടകരും ആത്മാർത്ഥമായി ശ്രമിക്കണം എന്നാണ് ഇവിടെ കാണേണ്ടത്. കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ നടന്ന സംഭവം അവിടെ തന്നെ ഒതുക്കി തീർക്കത്തക്ക രീതിയിൽ ആളുകൾ ഇടപെടണം. പ്രശ്നങ്ങൾ ഗുരുതരമാക്കാതിരിക്കാൻ ശ്രമിക്കണം. ഒരു തെരഞ്ഞെടുപ്പൊക്കെ പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് കേരളത്തിന്റെ ഈ പെരുമ, വർഗീയ സൗഹാർദ്ദത്തിന്റെ പെരുമ, മത സൗഹാർദ്ദത്തിന്റെ പെരുമ നഷ്ടപ്പെടാൻ ഒരിക്കലും നമ്മൾ അനുവദിച്ചുകൂടാ എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ശരി, വളരെയധികം നന്ദി ശ്രീ എ ജി ജോർജ് ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ കണ്ണൂർ കണ്ണാടിപ്പറമ്പാണ് ശ്രീ മുത്തപ്പൻ ക്ഷേത്ര മഹോത്സവത്തിൽ RSS ഗണഗീതം ആലപിച്ച സംഭവത്തിൽ ഇപ്പോൾ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ ഒക്കെ രംഗത്തെത്തുന്നത്. RSSന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഇത്തരം വർഗീയ പ്രവർത്തനങ്ങൾ അത് എന്ത് വില കൊടുത്തും ചെറുത്തു നിർത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ കണ്ണാടിപ്പറമ്പ് ഈസ്റ്റ് മേഖലാ കമ്മിറ്റി പ്രസ്താവന പുറപ്പെടുവിച്ചത്. കണ്ണാടിപ്പറമ്പ് ശ്രീ മുത്തപ്പൻ ക്ഷേത്ര മഹോത്സവത്തിൽ തൃശൂർ പാട്ട് ഫാമിലി ആയിരുന്നു ഗാനമേളയ്ക്കിടെ ഈ ഒരു ഗണഗീതം പാടിയത്. അത് RSS അനുവാദത്തോടു കൂടിയാണ് പാടിയത് എന്നുള്ളതാണ്. അമ്പലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള RSS അജണ്ട അത് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള RSS ഗണഗീതമൊക്കെ പാടിപ്പിച്ചത് എന്നുള്ള ആരോപണമൊക്കെയാണ് ഡിവൈഎഫ്ഐ ഉയർത്തുന്നത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി.